ഹായ് ഓൾ വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ബട്ടർ ഗാർലിക് പ്രോൺസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 1/2 കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. നല്ല പോലെ കഴുകി വൃത്തിയാക്കി അത് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് ഒരു ലൈറ്റ് മാരിനേഷൻ കൊടുക്കണം. ആദ്യം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ വളരെ കുറച്ച് ഒരു 1/4 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറും അതുപോലെ തന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതേ ചെമ്മീനൊന്ന് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കുറച്ച് സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഒരു പാനിലേക്ക് വളരെ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മെയിനായിട്ട് നമ്മളിതിൽ യൂസ് ചെയ്യുന്ന ബട്ടറാണ്. അപ്പോൾ ബട്ടർ ഒന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി വളരെ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്താണ്. ബട്ടറൊക്കെ നല്ലപോലെ ഒന്ന് മെൽറ്റായി വരട്ടെ. ഇനി ഈ ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമ്മളിതിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല റെസിപ്പിയാണ് കേട്ടോ. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെടും. കാരണം ഒരുപാട് സ്പൈസസ് ഒന്നും നമ്മളിതിൽ ആഡ് ചെയ്യുന്നില്ല. നമ്മൾ ചെമ്മീൻ വെച്ച് ഒരുപാട് റെസിപ്പികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള നല്ലൊരു റെസിപ്പി കേട്ടോ. ഇനി ഈ ചെമ്മീൻ ഒക്കെ നല്ലപോലെ ഒന്ന് കുക്കായി വരട്ടെ. പിന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിന്ന് എഴുതി അറിയിക്കുകയും കൂടി ചെയ്യാം. അപ്പോൾ ഈ ചെമ്മീൻ ഇങ്ങനെ ഒരുപാട് ക്രിസ്പി ആയിട്ട് ഫ്രൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു സൈഡ് ഇങ്ങനെ കളർ ചേഞ്ച് ആയി വരുന്ന സമയത്ത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഈ സൈഡും ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കായി വരുമ്പോൾ നമുക്ക് ഈ ഒരു ചെമ്മീൻ ഒന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ നമുക്ക് ഒരു ചെറിയ പീസ് ബട്ടറും കൂടെ ഇട്ട് കൊടുക്കാം. ഈ ഒരു ചെമ്മീൻ ഏറ്റവും കൂടുതൽ ബട്ടറിൻ്റെ ഫ്ലേവറും അതുപോലെ തന്നെ ഒരു ഗാർലിക്കിൻ്റെ ഫ്ലേവറുമാണ് ഉണ്ടാവുക. ഇനി ആ ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്ക് ഇതിലത്തെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഒരു 4-5 വലിയ വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിൽ ഇട്ട് കൊടുക്കുക. ഒന്ന് മുപ്പിച്ച് കൊടുക്കണം കേട്ടോ. അതിൻ്റെ ആ കളറും ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറി ഒന്ന് മൂത്ത് വരുന്ന സമയം വരെ 2-3 മിനിറ്റ് ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് വളരെ കുറച്ച് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ബട്ടറും ഗാർലിക്കും ഈ പ്രോൺസും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലപോലെ ആ ഒരു ചെമ്മീനിൽ ആ ബട്ടറിൻ്റെയും ഗാർലിക്കിൻ്റെ ഒക്കെ ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചെമ്മീനൊക്കെ കുക്കായതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു 1/4 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് കൂടുതൽ സ്പൈസി ആയിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പാസൽ ലീഫ് ചെറുതായിട്ട് അരിഞ്ഞതോ, ഇനി പാസൽ ലീഫ് ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയില അരിഞ്ഞതോ ഇട്ട് കൊടുക്കാം. ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ചെമ്മീൻ ഒരുപാട് ഇങ്ങനെ ഡ്രൈറ്റ് ഫ്രൈ ആയി വരരുത്. ചെറിയൊരു ജ്യൂസിനെസ് വേണം. ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ആയിട്ട് അത് കഴിക്കാനായിട്ട്. ഞാനിപ്പോൾ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് ചൂടോടെ തന്നെ കഴിക്കുക. ചപ്പാത്തിയുടെ, റൊട്ടിയുടെ, ഇനിയിപ്പോൾ റൈസിൻ്റെ കൂടെ ആണെങ്കിലും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ ഇനി ചെമ്മീൻ കിട്ടുമ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് എഴുതി അറിയിക്കാം. അപ്പോൾ നമുക്കിനി ഇതുപോലെ അടുത്ത നല്ല റെസിപ്പിയൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.